Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, Pala. ഇന്ന് വന്നൊരു കൺസൾട്ടേഷനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഒരു ലേഡി വന്നായിരുന്നു. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അക്കൗണ്ടൻ്റ് ആണ്. അവർക്ക് കഴുത്ത് വേദന, കഴുത്തിൽ നിന്ന് കയ്യിലേക്കുള്ള വേദന, മരപ്പ്, ഷോൾഡർ പെയിന്, തലവേദന, അതേപോലെ തന്നെ കാലിന് മരപ്പ്, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞിരുന്നത്. അപ്പം നോക്കിയപ്പോൾ ഇപ്പം ഞാൻ അന്നേരം പറഞ്ഞു, ഇത് ഒരു ന്യൂറോ റിലേറ്റഡ് ആണല്ലോ, നാഡി നരമ്പുകളുടെ ബുദ്ധിമുട്ട് കൊണ്ടാണല്ലോ ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിനകത്ത് കുറേ പോഷകക്കുറവ് വരാൻ സാധ്യതയുണ്ട്, എന്താണ് ഫുഡ് കഴിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ നല്ല ഫുഡൊക്കെ കഴിക്കുന്നത് ഡോക്ടറെ, എനിക്ക് അങ്ങനെ ഫുഡിൻ്റെ രീതിയിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും ഫുഡിന് കുഴപ്പമില്ല എന്ന് ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ് ഫുഡാണെന്ന് അറിയണമെന്ന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു, ശരിക്കും എന്താണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നത്? ഞാൻ രാവിലെ ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കും. ഓക്കെ, എത്ര ഇഡ്ഡലി കഴിക്കും? ഞാനൊരു 3 ഇഡ്ഡലി കഴിക്കും. ഓക്കെ, 3 ഇഡ്ഡലി കഴിക്കും. ഇഡ്ഡലിയുടെ കൂടെയോ ചമ്മന്തി? ഓക്കെ. അപ്പം രാവിലെ ഞാൻ അങ്ങനെയാണ് കഴിക്കാറ്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറും പിന്നെ എന്തെങ്കിലും അവിയലോ തോരനോ അതായത് എന്തെങ്കിലും കറികളൊക്കെ ആയിട്ട് കാണും. പിന്നെ മീനൊക്കെ വല്ലപ്പോഴൊക്കെ മീൻ കാണും. അപ്പം ഞാൻ മീൻ എത്ര കഴിക്കും? മീൻ 1-2 ചെറിയ കഷ്ണം എന്ന രീതിയിൽ. ഓക്കെ ശരി. ബാക്കി വൈകുന്നേരത്തേക്ക് ചോറും കറികളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് എവിടെയാണ് പോഷകമുള്ളത്? നിങ്ങൾക്ക് ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല. സ്ത്രീകൾക്ക് ശരിക്കും പോഷകത്തിൻ്റെ അളവ് നല്ല രീതിയിൽ ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്, ശരിക്കും ഭൂരിഭാഗം സ്ത്രീകൾ വിചാരിച്ചിരിക്കുന്നത് ഈ പറയുന്ന ചോറും കഞ്ഞിയും അതേ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ചാൽ ഓക്കെ മതി എന്നുള്ളതാണ്. അല്ല, നമ്മൾ സ്ഥിരമായിട്ട് ഈ പറയുന്ന നാഡീനരമ്പുകളുടെ ഡാമേജ്, അസ്ഥികളുടെ തേയ്മാനങ്ങൾ, ക്ഷീണം, ഉറക്കക്കുറവുകൾ, രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങൾ, ഡൈജഷൻ ഇഷ്യൂസ്, സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് ഭൂരിഭാഗവും നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞ് കഴിക്കുന്ന കാര്യത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം? ഇപ്പോൾ സ്ത്രീകൾക്ക് എന്തൊക്കെയാണ് പോഷകങ്ങൾ നമുക്ക് സപ്ലൈ ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട്? ഡെയിലി ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കായാലും ഈ ഒരു രീതിയിലുള്ള പോഷകങ്ങൾ വേണം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വിറ്റമിൻ ഡി ആണ്. നമ്മൾ ഭൂരിഭാഗം ഉള്ളിൽ, അതായത് വീടിൻ്റെ ഉള്ളിലോ ഓഫീസിനുള്ളിലോ ഒക്കെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് സൺലൈറ്റ് എക്സ്പോഷറും കാര്യങ്ങളൊന്നും കാണത്തില്ല. അങ്ങനെ വരുമ്പം ശരിക്കും പറഞ്ഞാൽ സൺലൈറ്റ് തന്നെ വേണമെന്നല്ല, എന്നാലും നമ്മുടെ ബോഡിയും പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് അല്ല, അതിൻ്റെ കൂടെ സൺലൈറ്റും ഇല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് വിറ്റമിൻ ഡി ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ അളവ് കുറവായിരിക്കും, വിറ്റമിൻ ഡിയുടെ കൺവേർഷൻ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? വിറ്റമിൻ ഡി നമുക്ക് സപ്ലിമെൻ്റായിട്ടോ മരുന്നായിട്ടോ എന്തെങ്കിലും സപ്ലൈ ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് അസ്ഥി സംബന്ധമായിട്ടും മറവികളും നരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ക്ഷീണം, കാല് കടച്ചിൽ, അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതാണ്. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സന്ധിവേദനകളും തേയ്മാനങ്ങളുള്ള ആളുകൾ, മസിൽ പെയിൻസ് ഒക്കെ ഉള്ളവർ എടുക്കേണ്ട മെയിനായിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് എന്ന് പറയുന്നത്, പൊതുവേ നമ്മളത് ശ്രദ്ധിക്കാറില്ല, അതിൻ്റെ പേരാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. ഞാൻ ഡെയിലി കഴിക്കുന്ന ഒരു പോഷകമാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഭക്ഷണത്തിൽ കിട്ടത്തില്ല എന്ന് പറയുന്നത് വെച്ചാൽ, ഇതൊക്കെ അളവ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതനുസരിച്ച് അളവിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒത്തിരി കഴിക്കേണ്ടി വരും. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് നോൺ വെജ് ഐറ്റംസും പൾസസ്, പയർ പരിപ്പ് വർഗ്ഗങ്ങൾ, നട്ട്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെയാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ അളവ് കുറവും ചോറ്, അരി, ഗോതമ്പ് സാധനങ്ങളാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനകത്താണ് നമുക്ക് പോഷകക്കുറവ് വരുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് അയൺ കണ്ടൻ്റാണ്, ഇരുമ്പ് സത്ത്. ഞാനിവിടെ എൻ്റെ കൺസൾട്ടേഷനിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുമ്പോൾ തൈറോയ്ഡുള്ള ആളുകൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ കാണും. TSH ഒക്കെ നോർമലായിരിക്കും. അവരുടെ മെയിൻ പ്രശ്നം അയൺ കണ്ടൻറ്റ് കുറയുന്നതാണ്, ഇരുമ്പ് സത്ത് കുറയുന്നതാണ്. ഇരുമ്പ് സത്ത് കുറയുമ്പം ബ്ലീഡിങ് റിലേറ്റഡ് പ്രശ്നങ്ങൾ തുടങ്ങും, മുടി കൊഴിച്ചിൽ തുടങ്ങും, സ്കിന്നിൻ്റെ പ്രശ്നം തുടങ്ങും, ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങൾ തുടങ്ങും, വേദനകൾ തുടങ്ങും. ഒത്തിരി ബുദ്ധിമുട്ടുകളാണ് അയൺ കണ്ടൻറ്റ് കുറയുമുണ്ടാകുന്നത്. അതുകൊണ്ട് അതൊക്കെ ഇലക്കറികളിലും അതേപോലെ തന്നെ ഈ കരള്, അതായത് ബീഫിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ആടിൻ്റെയൊക്കെ കരളിനകത്താണ് ഏറ്റവും കൂടുതൽ, ഈ ഓർഗൻ മീറ്റ്സിലാണ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ അയൺ സപ്ലിമെൻ്റ് എടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് വിറ്റമിൻ B12. ഈ കാലുകഴപ്പ്, കടച്ചിൽ, വേദനകളും ക്ഷീണവും ഉണ്ടെന്നുണ്ടെങ്കിൽ, മരപ്പുണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരുമാതിരി പുല്ലിങ് പെയിൻ, വലിച്ചു കൂട്ടിയ വേദന ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വിറ്റമിൻ B12 ആണ് കുറയുന്നത്. അപ്പോൾ അത് നോൺ വെജ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, വെജിൽ വിറ്റമിൻ B12 ഇല്ല.
അതുകൊണ്ട് വെജ് കഴിക്കുന്ന ആളുകൾ, വെജ് മാത്രം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് സപ്ലിമെൻ്റ് ആയിട്ടോ ഇഞ്ചെക്ഷൻസ് ആയിട്ടൊക്കെ ആയിട്ട് B12 എടുക്കേണ്ടി വരും. പിന്നെയുള്ളത് വിറ്റമിൻ ഇ ആണ്. നമ്മളറിയില്ല, എല്ലാവരും ഒരു പച്ച ഗുളിക നമ്മൾ ഈ മുടിക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അത് ഉള്ളിലേക്ക് എടുക്കേണ്ട സാധനമാണ്. പക്ഷേ അത് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഒക്കെ ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. അപ്പം മനസ്സിലാക്കേണ്ടത് പിന്നെയുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് omega-3 ആണ്. omega-3 ക്വാളിറ്റിയുള്ള omega-3 നമ്മൾ ഈ സ്ത്രീകൾ ഡെയിലി യൂസിൽ സപ്ലിമെൻ്റായിട്ട് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം പലപ്പോഴും നമ്മളിപ്പം ഇവിടെ വരുന്ന സമയങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, പല കാരണങ്ങളും പല പോഷകക്കുറവ് കൊണ്ടുണ്ടാകുന്നതാണ്. അത് നല്ല അളവിൽ നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വിതിൻ 2 വീക്സിൽ തന്നെ ഈ എന്താ പറയുക, ക്ഷീണം കുറയും, വേദനകൾ കുറയും. വേദനയുടെ മരുന്ന് കൊടുക്കാതെ വേദന കുറയണം, നീരിന് മരുന്ന് കൊടുക്കാതെ നീര് കുറയണം, ക്ഷീണത്തിന് മരുന്ന് എടുക്കാതെ ക്ഷീണം കുറയണം. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ റിപ്പയർ ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ റിപ്പയറിങ് ഏരിയയിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പോഷകക്കുറവ് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ ഈ പറയുന്ന പലതരം ജീവിതശൈലി രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും വരുന്നത്. അതേപോലെ തന്നെ ഈ വിറ്റമിൻ സി നമുക്കറിയാമല്ലോ. വിറ്റമിൻ സി നമുക്ക് ഈ പറയുന്ന പുളിയുള്ള പഴവർഗ്ഗങ്ങളിലൊക്കെ കിട്ടും. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് എന്ന് പറയുന്നത് പേരയ്ക്കയാണ്. അപ്പം പേരയ്ക്കയിലെ ഏറ്റവും ഹയസ്റ്റ് വിറ്റമിൻ സി ഉണ്ട്. പിന്നെ നമ്മുടെ നാരങ്ങ, ഓറഞ്ച്, മുസമ്പി സാധനങ്ങളിലെല്ലാം വിറ്റമിൻ സി ഉള്ളതാണ്. അപ്പം അതേപോലെ തന്നെ ഹെൽത്തി ഫാറ്റ് നല്ലതാണ്. മുട്ടയുടെ മഞ്ഞ, വെണ്ണ, നെയ്യ് സാധനങ്ങൾ, അതേപോലെ തന്നെ അവക്കാഡോ ഒക്കെ എല്ലാവർക്കും നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈസി ആയിട്ട് കിട്ടുന്ന, അതേപോലെ തന്നെ ശുദ്ധമായ നമ്മുടെ വെളിച്ചെണ്ണ തന്നെ നല്ല ഹെൽത്തി ഫാറ്റാണ്. അപ്പോൾ ഈ ഹെൽത്തി ഫാറ്റുകൾ സ്കിന്നിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ക്ഷീണം കുറയ്ക്കാനായിട്ട്, മോഷൻ ക്ലിയർ ആക്കാനായിട്ട്, അതേപോലെ കോശങ്ങളുടെ മെയിൻ ഫുഡാണ്. മെയിൻ എന്ന് പറഞ്ഞാൽ കോശങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഫാറ്റ് കൊണ്ടാണ്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും പോഷകങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഡെയിലി കഴിച്ചില്ലെങ്കിൽ ആഴ്ചയിലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് എടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭൂരിഭാഗം ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ നോക്കാൻ പറ്റും. ലൈഫ് ലോങ് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാനേജ് ചെയ്ത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയാതെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എപ്പോഴും ഒരു സുപ്രഭാതത്തിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ക്ലിയർ ആക്കുന്ന സാധനമല്ല. അതിങ്ങനെ കാലങ്ങളോളം കിടക്കുന്നതാണ്. അതിനെ ബാലൻസ് ചെയ്ത്, ഇപ്പം വെരിക്കോസ് പ്രശ്നമുണ്ട്, കാലിൽ നീര് വെച്ചു, കാല് കിഴപ്പുണ്ടായി, ഓക്കെ. പക്ഷേ അത് നമ്മൾക്ക് ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ വേദന ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അല്ലാതെ നമുക്ക് വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ എടുത്ത് മാറ്റുക എന്നുള്ളൊരു ഓപ്ഷൻ വർക്കൗട്ട് ആകുന്നതല്ല. സർജറി ചെയ്താലും സ്ക്ലീറോ ചെയ്താലും വീണ്ടും ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നമ്മുടെ മരണം വരെ നമുക്ക് നല്ല രീതിയിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ പോഷകങ്ങൾ നിർബന്ധമായിട്ടും എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. Bye.